നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതെന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താ ഒരു രസമില്ല, അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ശരിക്കും നല്ല വ്യത്യാസത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 7 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിരിയമുളക് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് കൂടുതൽ ഇങ്ങനെ കളർ വേണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയാണെങ്കിൽ പിരിയമുളക് ഒരു 10-12 ആ ഒരു കണക്കിന് എടുക്കാം. എരിവ് കുറവായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് കുരുമുളക് വേണം. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കുരുമുളക്, മല്ലി, ജീരകം, നല്ല ജീരകം, പെരുംജീരകം. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഒന്ന് ഇട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് തണുത്ത് വരട്ടെ. ഇത് ചൂട് തണിഞ്ഞിട്ടുണ്ട്. മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ട് പുളിവെള്ളം ഉണ്ട്. നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ട് പിഴിഞ്ഞതാണ്. അപ്പം അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പം ഇത് നമ്മൾ പുളിവെള്ളവും ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുത്തേ. ഇനി നമ്മളിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം പീസുള്ള ഒരു മീഡിയം സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ച ഇത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എത്രയും കൂടുതൽ സമയം വെക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം. ഇനി നമ്മളൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വാട്ടിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെയല്ല അരച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം മുരിച്ചെടുക്കാം നമുക്ക്. ഇത് നല്ലപോലെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. അതുപോലെ നമ്മൾ ഇതിലേക്ക് തൈര് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. ഇതാ ചിക്കൻ ഇങ്ങനെ ഏതാണ്ട് വെന്തൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുക. ഈ ബാക്കിയുള്ള ഈ ഒരു വെള്ളവും കൂടെ
നല്ലപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ എന്താണെന്നോ ശർക്കര. ശർക്കരയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മണ്ണൊക്കെ ഉള്ള ശർക്കര ആണെങ്കിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അങ്ങനെ ചേർത്താലും മതി. ഇപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം മണ്ണൊന്നും ഇല്ലാതെ. അപ്പോൾ അതുപോലെ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയാണെങ്കിൽ മല്ലിയില ആയാലും കുഴപ്പമില്ല. വറ്റി വരട്ടെ. ഇതുപോലെ തന്നെ എടുക്കാം കേട്ടോ കറി വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ കുറച്ച് ഒന്ന് വറ്റി വന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പം ഇതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വ്യത്യാസമായിട്ടല്ലേ ഉണ്ടാക്കിയത്. ഇപ്പോൾ ടേസ്റ്റും അതുപോലെ തന്നെ അതിഗംഭീരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.